വർഷങ്ങൾക്ക് മുമ്പ് ഞാനൊരു 4 സിനിമ നിർമ്മിക്കാൻ തീരുമാനിച്ചു. അതിൽ ഒരു സിനിമ ഹരിഹരൻ, ലോഹിദാസ്, മമ്മൂട്ടിയായിരുന്നു. ആ സിനിമയുടെ ചർച്ച നടന്നുകൊണ്ടിരിക്കെ ആ സിനിമയ്ക്ക് സംഭവിച്ച കാര്യങ്ങളാണ് ഈ വീഡിയോയിലൂടെ പറയുന്നത്. ഫിലിമി പ്രസ്സിലേക്ക് എല്ലാവർക്കും സ്വാഗതം. സിനിമയിൽ സ്നേഹമുണ്ടോ, വ്യക്തിബന്ധമുണ്ടോ, സഹായിച്ചൊരു ഓർമ്മയുണ്ടോ, വേണോ എന്നുള്ളതാണ്. മമ്മൂട്ടിയുടെ ഭാഷയിൽ പറഞ്ഞാൽ സിനിമയിൽ സ്നേഹത്തിന് സ്ഥാനമില്ല. ജോലിയുണ്ടോ, പ്രതിഫലം മേടിക്കുക, ജോലി ചെയ്യുക, പോവുക എന്നുള്ളതാണ്. അത് നമ്മളിപ്പോൾ കണ്ടുവരികയാണ് സിനിമയിൽ സ്നേഹത്തിനോ സഹായിച്ചവർക്കോ ഒരു കാര്യവുമില്ല എന്നുള്ളത്. അപ്പം നിങ്ങൾ ചോദിക്കും, പ്രേംനസീറിൻ്റെ കാലഘട്ടത്തിലേക്ക് അത് വേറെ കാന്തകാലം എന്നൊക്കെ പറഞ്ഞ പോലെയാണത്. ഇവിടെ പറഞ്ഞു വരുന്നതല്ല, ഈ പത്രപ്രവർത്തനമായ ഞാൻ എന്തിനാണ് സിനിമ നിർമ്മിക്കാൻ പോയത് എന്നുള്ളതാണ്. വെറുതെ അല്ല, സഹായിക്കണേന്ന് പറഞ്ഞിട്ടല്ല, സിനിമ ചെയ്യണം തോന്നി അങ്ങനെ ചെയ്യാൻ പോയപ്പോൾ നമുക്ക് താല്പര്യമുള്ള ചില മമ്മൂട്ടി വേണം തോന്നി, മമ്മൂട്ടിയെ കണ്ട് 1 lakh അഡ്വാൻസ് കൊടുക്കുന്നു. 50,000 പിന്നെ ഞാൻ തിരിച്ചു വാങ്ങി കേട്ടോ. ഹരിഹരനെ കണ്ടു, ഹരിഹരന് 35,000 അഡ്വാൻസ് കൊടുക്കുന്നു. ലോഹിദാസിനെ കണ്ട് 25,000 രൂപ അഡ്വാൻസ് കൊടുക്കുന്നു. ഇതൊരു സിനിമയാക്കണം എന്നുള്ളതാണ്. എല്ലാവരും സമ്മതിച്ചു. ഡേറ്റിങ്ങിന് നീണ്ടു പോകുന്നു. അപ്പം ഹരിഹരൻ ഒരു വാക്ക് പറഞ്ഞാൽ ഒരു മാറ്റം ഉണ്ടാവില്ല. അത് എത്ര വല്ലതും പറഞ്ഞാലും വാക്ക് മാറില്ല. അത് അന്നും ഇന്നും ഹരിഹരൻ എന്ന ഡയറക്ടർ അങ്ങനെയാണെന്നുണ്ടെങ്കിൽ. അപ്പോൾ ഞാൻ മദ്രാസിൽ ചെല്ലുന്നു, ഹരിഹരൻ സാറിനെ വിളിക്കുന്നു. വേറെ നമ്മുടെ പടത്തിൻ്റെ കാര്യം എന്തായി? പടം എപ്പോഴാണ് ചെയ്യാലോ, നിങ്ങൾ ലോഹി വിളിക്കുമോ? ഞാൻ ലോഹി വിളിക്കുന്നു. ലോഹി എന്ന് മദ്രാസിൽ ലോഹി പറഞ്ഞു, ഞാൻ എപ്പോഴേ വേണമെങ്കിൽ റെഡി. ഞാൻ എപ്പോഴും പറഞ്ഞിട്ടല്ലേ, പല്ലിശ്ശേരിയുടെ പ്രോജക്റ്റ് വരികയാണെങ്കിൽ ഏത് പ്രോജക്റ്റും മാറ്റി വയ്ക്കാമെന്ന് ഞാൻ പറഞ്ഞിട്ടുള്ളതാണ്. ലോഹിയും പറയുന്നു. അപ്പോൾ ഹരിഹർ പിന്നെ ചിരിച്ചു, പിന്നെന്താണോ പ്രശ്നം? പിന്നെ നായകൻ തൻ്റെ ആള്, പിന്നെ എളുപ്പം നടന്നുകൂടെ? അപ്പോൾ ഞാൻ പറഞ്ഞു, സാറ് മമ്മൂട്ടി ഒന്ന് വിളിക്കാമോ? ഞാനെന്തിനോട് വിളിക്കുന്നു? താൻ വിളിച്ചാൽ പോരെ? അതല്ല, ഡയറക്ടർ എന്ന് വിളിക്ക്, സാറൊന്ന് വിളിക്ക്. ഞാൻ വിളിച്ചാൽ ചേളി ചെമ്പങ്കുഞ്ഞാവും ചില നേരത്തെ, അങ്ങനെയൊക്കെ ചില സ്വഭാവമുണ്ട്. അപ്പോൾ മമ്മൂട്ടി എന്ന് അവിടെ മദ്രാസിലുണ്ട്. ഹരിഹരൻ മമ്മൂട്ടി വിളിക്കുന്നു. മമ്മൂട്ടി എപ്പോഴൊന്ന് കാണാൻ പറ്റുക? എൻ്റെ വീട്ടിലേക്ക്, കാംഡാർ നഗറിലുള്ള മദ്രാസിലെ ഹരിഹരൻ്റെ വീട്ടിലേക്ക് മമ്മൂട്ടിയെ വിളിക്കുന്നു. മമ്മൂട്ടി വരാമെന്ന് പറയുന്നു. അപ്പോൾ ആ വീട്ടിലേക്ക് ഞാൻ ആദ്യം ചെല്ലുന്നു, രണ്ടാമത് ലോഹിദാസ് വരുന്നു. പിന്നെ കുറച്ച് കഴിഞ്ഞപ്പോൾ മമ്മൂട്ടി എത്തി. ഇപ്പം ഞങ്ങൾ 4 പേര്. എന്നെ കണ്ടപാടെ, താൻ എന്താ അവിടെ? ഞാനിവിടെ ഹരിഹരനെ കണ്ടു, ഇൻ്റർവ്യൂ എടുക്കാൻ വന്നാണ് എന്ന് പറഞ്ഞു. ഓ അത് ശരി. അപ്പോൾ ഹരിഹർ ഇൻ്റർവ്യൂ എടുക്കാൻ മാത്രമല്ല, പല്ലിശ്ശേരി വന്നത് സിനിമ ചെയ്യാൻ വേണ്ടിയിട്ടുള്ളതാണ്. നമുക്കൊക്കെ അഡ്വാൻസ് വന്നിട്ടുണ്ടേ. മമ്മൂട്ടിയെ ഡേറ്റ് കിട്ടിയിട്ടുള്ളതാണ്, മമ്മൂട്ടിക്ക് അഡ്വാൻസ് കൊടുത്തിട്ടുള്ളതാണ്, ലോഹിക്ക് കൊടുത്തിട്ടുള്ളതാണ്, എനിക്ക് തന്നിട്ടുള്ളതാണ്. അയാളുടെ പടം എപ്പോൾ ചെയ്തു കൊടുക്കാൻ പറ്റും? അതിപ്പോൾ ചെയ്തു കൊടുക്കാം. എപ്പോൾ? അങ്ങനെയാണ് ഹരിഹർ സാർ ചോദിച്ചത്. എപ്പോൾ എന്ന് ചോദിച്ചാൽ നമുക്ക് കുറേ പ്രോജക്റ്റുകളില്ലേ, ആ കാര്യം പറയാനാണ് വിളിച്ചത്. പല്ലിശ്ശേരിയുടെ പ്രോജക്റ്റ് ആകുമ്പോൾ പല്ലിശ്ശേരി നമുക്ക് പൈസ ഒന്നും കുറച്ചിട്ടില്ല, കുറയ്ക്കണമെന്ന് പറഞ്ഞിട്ടുമില്ല. നിലവിൽ നിങ്ങൾ വാങ്ങുന്ന അതേ പ്രതിഫലം തരാമെന്ന് തന്നെയാണ് പറഞ്ഞിട്ടുള്ളത്. അല്ലാണ്ട് എനിക്ക് റേറ്റ് കുറച്ച് തരണേ എന്നൊന്നും പറഞ്ഞിട്ടില്ല. പക്ഷേ ഏറ്റവും നേരത്തെ ഒരു പടം ചെയ്ത് കൊടുക്കണം എന്നുള്ളതാണ്. അത് ഞാനൊരു വഴി പറയാം. നമ്മളിപ്പോൾ ചെയ്യാൻ തീരുമാനിച്ചു സെൻട്രൽ പിക്ചേഴ്സിൻ്റെ ഒരു സിനിമയല്ലേ? അതെ, ആ സെൻട്രൽ പിക്ചേഴ്സിൻ്റെ സിനിമ ലോഹി എഴുതുന്നു, മമ്മൂട്ടി അഭിനയിക്കുന്നു, ഞാൻ സംവിധാനം ചെയ്യുന്നു, നൗഷാദ് മ്യൂസിക് കൊടുക്കുന്നു. കൈതപ്രം ആദ്യമായിട്ട് എൻ്റെ സിനിമയിൽ പാട്ട് എഴുതുന്നു. പാട്ട് റെക്കോർഡിങ് കഴിഞ്ഞില്ല നമ്മളെ. പക്ഷേ അതിൻ്റെ സ്ക്രിപ്റ്റിൻ്റെ കാര്യത്തിൽ ചില കാര്യങ്ങളിൽ നമ്മളൊരു യോജിപ്പില്ലാതെ നിൽക്കുകയാണത്. അത് കുറച്ച് സമയം എടുക്കും. അതുകൊണ്ട് നമുക്ക് ആ ഗ്യാപ്പിൽ പല്ലിശ്ശേരിയുടെ പ്രോജക്റ്റ് ചെയ്താലോ? അതാണ് ഹരിഹരൻ പറഞ്ഞത്. ലോഹി പറഞ്ഞു, ഞാൻ ഓക്കെ, എനിക്ക് ബുദ്ധിമുട്ടില്ല. പിന്നെ ആർക്കാ ബുദ്ധിമുട്ട്? നമ്മളെക്കാൾ കൂടുതൽ താല്പര്യം മമ്മൂട്ടിക്ക് ഉണ്ടാവുക. മമ്മൂട്ടിയുടെ മനസാക്ഷി സൂക്ഷിപ്പുകാരനാണല്ലോ പല്ലിശ്ശേരി എന്നാണല്ലോ പറയുന്നത്. പിന്നെ ആർക്ക് എതിർപ്പുണ്ടാവുക? മമ്മൂട്ടി ഒന്നും മിണ്ടുന്നില്ല. മമ്മൂട്ടി ഇങ്ങനെ എന്നെ നോക്കുന്നുണ്ട്, ഹരിഹരൻ നോക്കുന്നുണ്ട്, ലോഹിയെ നോക്കുന്നുണ്ട്. പറയൂ മമ്മൂട്ടി, എന്താണ് നിങ്ങൾക്ക് താല്പര്യക്കുറവ് വല്ലതുണ്ടോ? താല്പര്യക്കുറവൊന്നുമില്ല,
പക്ഷേ ആ പ്രോജക്റ്റ് സെൻട്രൽ പിക്ചേഴ്സിൻ്റെ പ്രോജക്റ്റ് മാറ്റി വെച്ചിട്ട് പല്ലിശ്ശേരിയുടെ പ്രോജക്റ്റ് ചെയ്യുന്നതുകൊണ്ട് എനിക്ക് യോജിപ്പില്ല സാർ. സത്യം പറഞ്ഞാൽ ഹരിഹർ സാർ അത് പ്രതീക്ഷിച്ചിട്ടില്ല. ഹരിഹര സാറ് മാത്രമല്ല, ഞാനും പ്രതീക്ഷിച്ചിട്ടില്ല, ലോഹിയും പ്രതീക്ഷിച്ചിട്ടില്ല. അപ്പോൾ ഒരു സെക്കൻഡ് ഗ്യാപ്പ്. ഹരിഹർ സാർ തിരിച്ച് ചോദിക്കുകയാണ്, അല്ല മിസ്റ്റർ മമ്മൂട്ടി, ഞങ്ങളെക്കാൾ താല്പര്യം നിങ്ങളല്ലേ കാണിക്കേണ്ടിയിരുന്നേ? ഞങ്ങൾക്ക് പല്ലിശ്ശേരിയായിട്ട് ഇത്രയും ബന്ധമുള്ളൂ, നിങ്ങൾക്ക് അങ്ങനെയല്ലല്ലോ, നിങ്ങൾ വർഷങ്ങൾക്ക് മുമ്പേ തുടങ്ങിയിട്ടുള്ള ബന്ധമല്ലേ? അപ്പോൾ മമ്മൂട്ടി പറഞ്ഞതാ, സാർ സിനിമയിൽ ബന്ധങ്ങൾക്ക് സ്ഥാനമില്ല, പടം ചെയ്യാം, അത് ചെയ്തു പോകും. എന്തായാലും ഇപ്പോൾ സെൻട്രൽ പിക്ചേഴ്സിൻ്റെ പടം മാറ്റി വെച്ചുകൊണ്ട് ആ സ്ഥാനത്ത് പല്ലിശ്ശേരിയുടെ പ്രോജക്റ്റ് ചെയ്യാൻ എനിക്ക് താല്പര്യമില്ല എന്ന് മമ്മൂട്ടി തുറന്നു പറഞ്ഞു. അത് മമ്മൂട്ടിയുടെ അഭിപ്രായമാണത്, നമുക്ക് അത് അംഗീകരിക്കേണ്ടി പറ്റില്ലല്ലോ. അപ്പോൾ ഹരി സാർ ഇങ്ങനെ ആലോചിച്ച് കുറച്ച് നേരം ഇരുന്നു. അപ്പോൾ മമ്മൂട്ടി, ഞാനൊരു കാര്യം പറയട്ടെ, താങ്കളുടെ അഭിപ്രായത്തിൽ ഉറച്ചു നിൽക്കുമ്പോൾ ഞാൻ എൻ്റെ അഭിപ്രായത്തിൽ ഉറച്ചു നിൽക്കണ്ടേ? പല്ലിശ്ശേരിയെ നമുക്ക് വർഷങ്ങളെ അറിയാവുന്ന ഒരാളാണ്. തട്ടിപ്പില്ല, വെട്ടിപ്പില്ല, വേറെ ഒന്നുമില്ല. അയാൾ 4 സിനിമ രജിസ്റ്റർ ചെയ്തിട്ടുണ്ട്. അതിലൊരു സിനിമ നമ്മളായിട്ട് ചെയ്യാൻ പോകുന്നു. അത് എത്രയും പെട്ടെന്ന് ചെയ്തു കൊടുത്താൽ അത്രയും നല്ല കാര്യം. അത്രയല്ലേ ഞാനും ആഗ്രഹിച്ചിട്ടുള്ളൂ. അല്ലാണ്ട് എനിക്കിതിൽ പ്രത്യേകിച്ച് ലാഭനഷ്ടങ്ങളൊന്നുമില്ല. ഈ പടം അല്ലെങ്കിൽ വേറെ പടം, സെൻട്രൽ പടം അല്ലെങ്കിൽ വേറെ പടം, എനിക്ക് പടങ്ങളുണ്ട്. അല്ലെങ്കിലും ഞാനിപ്പോൾ മാസത്തിൽ സിനിമ ചെയ്യുന്നൊരു സംവിധായകനല്ല. ചെയ്യുന്ന സിനിമകൾ നല്ല സിനിമകളായിരിക്കണം, ഒരു താല്പര്യമുണ്ട് എന്ന് പറഞ്ഞു. അത് സാറിൻ്റെ അഭിപ്രായം എന്താ? അങ്ങോട്ട് ചോദിച്ചു. അല്ല, ഞാൻ പറയുന്ന അഭിപ്രായം, പല്ലിശ്ശേരിക്ക് വേണ്ടി ഈ പ്രോജക്റ്റ് നമ്മൾ ചെയ്യുന്നില്ലെങ്കിൽ സെൻട്രൽ പിക്ചേഴ്സിൻ്റെ പ്രോജക്റ്റ് ഞാൻ ചെയ്യുന്നില്ല. അത് സാർ അങ്ങനെ പറഞ്ഞത്? നിങ്ങൾ നിങ്ങളുടെ അഭിപ്രായം പറഞ്ഞില്ലേ? ഞാൻ ഈ പ്രോജക്റ്റ് ചെയ്തിട്ട് സെൻട്രൽ പിക്ചേഴ്സിൻ്റെ പ്രോജക്റ്റ് ചെയ്യുള്ളത് ഹരിഹരൻ്റെ വാക്കാണ്. അത് നടക്കില്ല സാർ, മമ്മൂട്ടി വീണ്ടും പറഞ്ഞു. നടക്കില്ലെങ്കിൽ പ്രോജക്റ്റ് ക്യാൻസൽ. അതും ക്യാൻസൽ, ഇതും ക്യാൻസൽ. 2 പ്രോജക്റ്റ് നടക്കില്ല എന്ന് ഹരിഹരൻ പറയുകയാണത്. അവിടെ ഒരു കാര്യം നമ്മൾ ആലോചിക്കേണ്ടത്, ഹരിഹരൻ എന്തിനങ്ങനെ പറഞ്ഞു? ഹരിഹരൻ എന്തിന് എന്നെ സേവ് ചെയ്യുന്നു? ഞാൻ ആര്? സെൻട്രൽ പിക്ചേഴ്സ് എന്ന് പറഞ്ഞ വലിയ സിനിമാ കമ്പനി, മാന്യമായിട്ട് സിനിമ എടുത്ത ആൾക്കാരാണെന്ന് ആലോചിക്കണം. മലയാള സിനിമ നിർമ്മാണ കമ്പനികളിൽ വ്യക്തിത്വം പുലർത്തിയ സിനിമാ കമ്പനികൾ ഒന്നാണ് വമ്പൻ ബാനർ. അങ്ങനെയുള്ള കമ്പനിയുടെ സിനിമ എനിക്ക് വേണ്ടി ഹരി സാറ് മാറ്റിവെച്ചത് എന്തിന്? ഉത്തരം ഇത്രയേ ഉള്ളൂ, വാക്ക്, താല്പര്യം, സ്നേഹം, ഇത്രയൊക്കെയുള്ളൂ. അവിടെ സ്നേഹബന്ധത്തിന് സിനിമയിൽ വിലയില്ല എന്ന് മമ്മൂട്ടി തീരുമാനമെടുത്തപ്പോഴാണ് ആലോചിച്ചിങ്ങനെയാണ്. കാരണം മമ്മൂട്ടിയുടെ തുടക്കകാലത്ത് ആരൊക്കെ സഹായിച്ചിട്ടുണ്ട്? ആ സഹായത്തിനൊക്കെ ഇപ്പോൾ വില കൊടുക്കാൻ മമ്മൂട്ടിക്ക് കഴിയുമോ? അതിൻ്റെ വില എത്രയായിരിക്കും? മമ്മൂട്ടി മുഖേന പടം പൊട്ടിപ്പൊളിഞ്ഞ് പിച്ചപ്പാടെടുത്ത് എത്രയോ പ്രൊഡ്യൂസർമാരുണ്ട്. അവരെ ആരെങ്കിലും സഹായിച്ചിട്ടുണ്ടോ? ഇതൊക്കെ ആ ചോദ്യങ്ങൾക്ക് വന്നുപോയി. ഞാനപ്പോൾ പറഞ്ഞു, സാർ മമ്മൂട്ടിക്ക് താല്പര്യമില്ലെങ്കിൽ ചെയ്യണ്ട. സിനിമ എടുക്കുക എന്നത് എൻ്റെ അന്ത്യാഭിലാഷമൊന്നുമല്ല. അങ്ങനെ കാര്യങ്ങൾ ഒത്തു വന്നപ്പോൾ ചെയ്യാമെന്ന് വിചാരിച്ചു, വേണ്ടെങ്കിൽ വേണ്ട എന്ന് പറഞ്ഞ് തൽക്കാലം പിരിയാണ്. അപ്പോൾ ഹരസാറ് പറഞ്ഞു, ഈ സിനിമ ചെയ്യുന്നില്ലെങ്കിൽ എനിക്ക് തന്ന പ്രതിഫലത്തിൻ്റെ അഡ്വാൻസ് ഞാൻ തിരിച്ചു തരികയാണ്. ലോഹി പറഞ്ഞു, പല്ലിശ്ശേരി എൻ്റെ അഡ്വാൻസ് വേണം, വേണ്ട, ഈ പ്രോജക്റ്റ് ഒരുപക്ഷെ നമ്മൾ വേറെ ഏതെങ്കിലും പ്രോജക്റ്റ് നമുക്ക് ചെയ്യേണ്ടി വരും എന്ന് പറഞ്ഞു. മമ്മൂട്ടി പിന്നീട് 50,000 രൂപ തിരിച്ചു തന്നു. 50,000 ഇപ്പോഴും എൻ്റെ അക്കൗണ്ടിൽ അദ്ദേഹത്തിൻ്റെ കയ്യിലുണ്ടെന്ന് ആലോചിക്കണം. അന്ന് ഞാനൊരു കാര്യം മനസ്സിലാക്കിയത് എന്താ, മമ്മൂട്ടിക്ക് അന്ന് മുതലൊരു ശത്രുതാ മനോഭാവം ഉണ്ടായി. കാരണം ഞാൻ കാരണമാണ് സെൻട്രൽ പിക്ചേഴ്സിൻ്റെ സിനിമ നടക്കാതെ പോയതെന്ന് അദ്ദേഹത്തിൻ്റെ ധാരണ. എൻ്റെ കുറ്റമൊന്നുമല്ല. ഹരിഹരൻ സാർ ഒരു തീരുമാനമെടുത്തു. അമിത പ്രതീക്ഷയോടെയാണ് മമ്മൂട്ടിയെ വിളിച്ചു വരുത്തിയത്. അല്ലാണ്ട് എൻ്റെ പടം തന്നെ ചെയ്യണം അവർക്കൊരു നിർബന്ധവുമില്ല. ആ സമ്മതിക്കാൻ മുൻകൈ എടുക്കേണ്ട മമ്മൂട്ടി ഇങ്ങനെ പറഞ്ഞപ്പോൾ സെൻട്രൽ പിക്ചേഴ്സിൻ്റെ പടം ചെയ്യുന്നില്ല എന്ന് അദ്ദേഹം തീരുമാനിച്ചു കഴിഞ്ഞ് 2 പടവും നടന്നില്ല എന്ന് ആലോചിക്കണം. അതിൻ്റെ ഒരു ഗർവ് ഇപ്പോഴും, കാരണം പല സന്ദർഭങ്ങളിലും മമ്മൂട്ടിയിൽ നിന്ന് ഉണ്ടായി എന്നുള്ളത് ശരിയാണ്. പക്ഷേ ഞാൻ ഈ നിമിഷം വരെ അങ്ങനെ ഒരു ശത്രുതാ മനോഭാവം വെച്ചിട്ടോ
ഒന്നും പെരുമാറിയിട്ടില്ല. അത് നിങ്ങൾക്ക് ബോധ്യപ്പെടണമെങ്കിൽ ഇന്നും ഇതുവരെ ഞങ്ങൾ ചെയ്തുകൊണ്ടിരിക്കുന്ന മാധ്യമ പ്രവർത്തനത്തിൻ്റെ മറ്റൊരു രൂപമായ ഇപ്പോൾ യൂട്യൂബാണ് ഇപ്പോൾ ഞങ്ങൾ ചെയ്തുകൊണ്ടിരിക്കുന്നത്. അതും നോക്കുക. ജനം പറയുന്നെന്താ, മമ്മൂട്ടി മന്ത്ലി പേയ്മെൻറ്റ് കൊടുക്കുന്ന ഒരു യൂട്യൂബറാണ് ഞാനെന്നാണ് പറയുന്നതല്ലേ. അങ്ങനെയൊന്നുമില്ല. മമ്മൂട്ടി കൊള്ളാവുന്നൊരുത്തരാണ്, കൊള്ളാവുന്നൊരു നടനാണ്. മനസ്സിലിരിപ്പ് നോക്കിയിട്ടല്ല ഞങ്ങളൊക്കെ ചെയ്യുന്നത്. നല്ല നടനാണ്, അതുകൊണ്ട് അദ്ദേഹത്തെക്കുറിച്ച് പറയുന്നു. പിന്നെ കൈകാല് കഴുകാനോ സോപ്പിടാനോ സ്തുതിഗീതങ്ങൾക്കൊന്നും ഞങ്ങളെ കിട്ടില്ല. അതിൻ്റെ പേരിൽ സിനിമയല്ല, എന്ത് നഷ്ടപ്പെട്ടാലും ഞങ്ങൾക്ക് പ്രശ്നവുമല്ല. പക്ഷേ ഇവിടെ നിൽക്കുന്ന, ജ്വലിച്ചു നിൽക്കുന്ന ഒരു ഗോപുരമുണ്ട്, ഹരിഹരൻ എന്നുള്ള സംവിധായകൻ. ജീവിതത്തിൽ നടന്നു വന്ന വഴികളെക്കുറിച്ച് ആലോചിക്കണം. സഹായിച്ചവരെക്കുറിച്ച് ഓർമ്മിക്കണം. തിരിച്ച് സഹായിച്ചില്ലെങ്കിലും വാക്ക് ഒരു പ്രധാനപ്പെട്ടതാണ്. വാക്ക് മാറുന്നവർക്ക് നട്ടലില്ല എന്ന് പറയുക. ആ നട്ടൽ ഇപ്പോഴും സൂക്ഷിച്ചുകൊണ്ടിരിക്കുന്ന ഹരിഹരൻ എന്നുള്ള സംവിധായകൻ പുതിയ മേച്ചിസ്ഥലങ്ങൾ, പുതിയ സിനിമയുടെ വർക്കിലാണ്. അത് സജീവമായി കൊണ്ടിരിക്കുന്നു. ഗോകുലം ഗോപാലുമായിട്ടുള്ള പുതിയ വർക്കാണ് അതിലേക്ക് നടന്നുകൊണ്ടിരിക്കുന്നു. അതിലും ഒരുപക്ഷെ മമ്മൂട്ടി ഉണ്ടാകാം. ഇതൊക്കെ നമ്മൾ സിനിമയുടെ ഓരോ ഘട്ടങ്ങളിലും സിനിമയ്ക്ക് സ്നേഹബന്ധത്തിന് സ്ഥാനമില്ല എന്ന് ഊട്ടിയുറപ്പിച്ചുകൊണ്ടിരിക്കുന്ന സിനിമാ ലോകത്തിന് ഇക്കാര്യവും വെറുതെ ഓർത്തുപോയി എന്ന് മാത്രമേ ഉള്ളൂ.